റോം വിത്ത് ടു ജെയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആജാവ് സെറ്റാക്കാം. ഇന്ന് നമ്മളെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ പരിപാടിയാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെരി സ്പെഷ്യൽ. വേറൊന്നുമല്ല, ജസ്റ്റ് സ്റ്റോക്ലിങ്ങിന് പോകുന്ന സമയത്ത് വെറുതെ തോന്നിയ ഒരു ഭ്രാന്ത്. എന്തുകൊണ്ടൊരു മീനെ പിടിച്ചിട്ട് ചുട്ട് കഴിക്കാം. അങ്ങനെ രാവിലെ ഞാനും ദിനവും കൂടെ നേരെ കടലിലോട്ട് ഇറങ്ങിച്ചെന്ന് മീനെ തപ്പിയപ്പോഴത്തേക്ക് കല്ലിനിടയ്ക്ക് ഒന്ന് രണ്ട് ഗ്രൂപ്പറെ കണ്ടു. അപ്പം വിചാരിച്ചു ഓക്കെ, ഗ്രൂപ്പറെങ്കിൽ ഗ്രൂപ്പർ. കയ്യിലുള്ള കുപ്പിച്ചുണ്ട എടുത്ത് നേരെ ഗ്രൂപ്പറിനെ നോക്കിയിട്ടു. ആദ്യം ഒരു ഗ്രൂപ്പറിനെ കിട്ടി, അതിനെടുത്തു. നല്ലൊരു മീനായിരുന്നു കേട്ടോ, ഒരു അത്യാവശ്യം സൈസുള്ളൊരു മീനെ ആദ്യം കിട്ടിയത്. അതിങ്ങനെ വച്ചപ്പോഴാണ് ദിനു പറഞ്ഞത് നമുക്ക് ഒന്നും കൂടെ പിടിച്ചാലോ എന്ന്. അങ്ങനെ ഒന്നും കൂടെ പിടിച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഓക്കെ ശരി, ഒന്നും കൂടെ ഒരു ചൂണ്ടയിട്ട് ഒന്നും കൂടെ പിടിച്ചു. അങ്ങനെ 2 ഗ്രൂപ്പർ കിട്ടി കേട്ടോ. ഇത് ആദ്യം പിടിച്ച ഗ്രൂപ്പറാണ്. അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടാമത് പിടിച്ച ഗ്രൂപ്പർ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ചുകൂടെ വലിയ സൈസായിരുന്നു. പിന്നെ ഗ്രൂപ്പറിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ മുള്ളൊക്കെ ഈ ബാക്കിൽ കാണുന്ന മുള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ തൊടുമ്പം അത്യാവശ്യം നോക്കി തൊട്ടില്ലെങ്കിൽ ഇത് നല്ല പണി കിട്ടും. അങ്ങനെയല്ല, അത്യാവശ്യം നമുക്ക് കൈക്കൊരു വേദന വരും. പിന്നെ കിട്ടിയ ഗ്രൂപ്പറിൻ്റെ അടുത്ത് ബാഗിലും ഇട്ട് ഞാനെന്തിനും കൂടെ നേരെ കരയിലോട്ട് കയറി. പിന്നെ ഒരു കാര്യമുണ്ട്, ചിലപ്പോഴൊക്കെ ഈ ചൂണ്ട നമ്മൾ ഇട്ടിട്ട് പിടിക്കുമ്പോഴുണ്ടല്ലോ സൂക്ഷിച്ചിരിക്കും നമ്മളെ കയ്യിലിരിക്കും ചൂണ്ട. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കുറേയൊക്കെ. മീൻ പിടിച്ചിട്ട് ചൂണ്ട ഇളക്കുന്നത്, പിന്നെ മീനിനെ നമ്മൾ ക്യാരി ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മീനെ പിടിച്ച് ബാഗിലിട്ട് നമ്മൾ നേരെ അടുപ്പ് കൂട്ടുള്ള പരിപാടി കേട്ടോ. അടുപ്പ് കൂട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് സൈഡല്ലേ, ഫുള്ള് കല്ലാണ്. അപ്പോൾ കല്ലൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി ഒരു വട്ടം പോലെ ആക്കിയെടുക്കുള്ള പരിപാടിയാണ്. ചില കല്ലൊക്കെ മണലിൽ നല്ല രീതിക്ക് സ്റ്റക്കായിരിക്കും കേട്ടോ, ഇളക്കി മാറ്റാൻ നല്ല പാടാണ്. എന്നാലും ഞാൻ ഇതിനും കൂടെ നല്ല രീതിയിൽ കല്ലൊക്കെ ഇളക്കി മാറ്റി മണലൊക്കെ ഇട്ട് വട്ടത്തിൽ സെറ്റാക്കി എടുത്തു. ഇനി കയ്യിരിക്കുന്ന മീനെ ക്ലീനാക്കുന്ന പരിപാടി കേട്ടോ. മീനെ എടുത്ത് സാധാരണ മീൻ ക്ലീൻ ചെയ്യത്തില്ല അതേപോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സാധാരണ നമ്മളെങ്ങനെയാണ് മീൻ ക്ലീൻ ചെയ്യുന്നത് അതേപോലെ തൊലിയെടുത്ത് കളയുക, അതിൻ്റെ മേലുള്ള ചെള്ളും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുക. ഇതായിരുന്നു നമ്മുടെ അടുത്ത പരിപാടി. ഫുള്ള് നൈസായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ കടൽ വെള്ളത്തിൽ തന്നെ ഇതിനെ ക്ലീൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ കൊണ്ടൊന്നും വന്നിട്ടില്ല. അത് ഫുള്ള് നമ്മൾ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ വെള്ളവും ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുള്ള് കടൽ വെള്ളത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ നല്ല രീതിയിൽ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, ഇനി ഡയറക്റ്റ്ലി കുക്കിംഗ് ആണ് പരിപാടി. അതിന് മുന്നേ ചെറിയൊരു പരിപാടികളുണ്ട്, ഇതിനെ കട്ട് ചെയ്യുക, അതിനെ മസാല പുരട്ടുക, അങ്ങനെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ. നൈസായിട്ട് ഇത് നല്ലപോലെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല ഫുള്ള് ഇതിൽ നല്ല രീതിക്ക് പറ്റി കിടക്കും. എന്നിട്ട് ഇതിനെ കോർക്കാൻ ഒരു കമ്പോ എന്തെങ്കിലും വേണം, എന്നാലേ നമുക്കിത് ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് കറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത പരിപാടി അതായിരുന്നു. മസാലയൊക്കെ പുരട്ടിയിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ് വെട്ടിലേക്കുള്ള പരിപാടിയായിരുന്നു, ഇതിനെ കോർത്ത് വയ്ക്കാൻ വേണ്ടി. അങ്ങനെ ദിനു കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കമ്പ് വെട്ടാൻ ഞാൻ അകത്തോട്ടൊക്കെ പോയി ഉള്ളിലോട്ടൊക്കെ പോയിട്ട് നല്ല ഉണങ്ങി കമ്പ് എടുത്തുകൊണ്ട് വന്ന് സെറ്റാക്കി. ആ സമയം കൊണ്ട് ദിനു മസാല പുരട്ടും പിന്നെ ഈ കമ്പൊടിച്ച് ഈ അടുപ്പിലിടക്കൊക്കെ ആയിരുന്നു ദിനുവിൻ്റെ പരിപാടി. ആ സമയം കൊണ്ട് ദിനു ഒരു ചെറിയൊരു കമ്പ് ഇത് കോർത്തിടാൻ വേണ്ടി ഒരു കമ്പ് എടുക്കാൻ പോയി. കാര്യം ഈ കോർക്കാൻ വേണ്ടിയുള്ള കമ്പുണ്ടല്ലോ മറ്റേ, എന്നാലേ ഇത് നമുക്ക് നൈസായിട്ട് ഇത് ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് കറക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ദിനു കമ്പെടുക്കാൻ പോയി. എന്നിട്ട് തീ കത്തിപ്പായിരുന്നു എൻ്റെ പരിപാടി. ഇത്തിരി ബുദ്ധിമുട്ട് കേട്ടോ തീ കത്തിക്കാൻ, പക്ഷേ ഒരു 5 മിനിറ്റത്തെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം പെട്ടെന്ന് തീ കത്തി പിടിച്ചു. കാര്യം കമ്പല്ല, നല്ല ഉണങ്ങിയ കമ്പായിരുന്നുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പതുക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കമ്പായി പിടിച്ചിട്ട് തീ നല്ലപോലെ റെഡിയാക്കി. പിന്നെ തീ കത്തി തീരെയുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ചൂണ്ടയിലൊരു സ്പെഷ്യൽ അതിഥി കുടുങ്ങിയത്. ഒന്ന് അടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് മാലദ്വീപിലെ നമ്മളെ ഈലെന്ന് പറയും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, ഇതാണ് മാലദ്വീപിൻ ഈൽ. അത്യാവശ്യം നല്ല വൈറ്റ് ഫോഴ്സ് ഉള്ള ഒരു സാധനമാണ്. കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ പോവും. പിന്നെ കയ്യിലിരുന്ന മീനെ എടുത്ത് കമ്പിലൊന്ന് കോർത്തു. ഈ കമ്പി കോർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പി കോർത്തിന് ശേഷമാണ് നമ്മൾ ഈ അടുപ്പിലോട്ട് വയ്ക്കുന്നത് കേട്ടോ, ഈ കറക്കാനൊക്കെ. 2 മീനും നല്ല രീതിക്ക് ആ കമ്പിൽ കോർത്തെടുത്തു.
പിന്നെ നേരെ ഈ കോർത്ത മീനെടുത്ത് നമ്മൾ അടുപ്പിലോട്ടിട്ടു ചുട്ടെടുക്കാനായിട്ട്. വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല, നല്ല തീയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി. അങ്ങനെ നമ്മുടെ മീൻ ആൾമോസ്റ്റ് റെഡി ആവാറായി. കുക്കിംഗ് ആൾമോസ്റ്റ് കഴിഞ്ഞു. മീൻ കുക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയൊരു കുറച്ച് നേരത്തെ പരിപാടിയും കൂടെ ഉള്ളൂ. മീൻ റെഡി ആയിട്ടുണ്ട്. നല്ല ചുട്ടെടുത്ത മീൻ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ നൈസായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അതിന് ഞാനും ദിനവും കൂടെ നൈസായിട്ടൊരു ഇലയിൽ 2 മീനെയും കൂടെ നൈസായിട്ട് സെറ്റാക്കി. ഇനി അടുത്ത് തന്നെ ടേസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി? ഒരു രക്ഷയില്ല. വളരെ കഷ്ടപ്പെട്ടായാലും മീൻ പിടിച്ച് പൊള്ളിച്ച് ഇതാ നെക്സ്റ്റ് സ്റ്റെപ്പ് കഴിക്കാൻ പോകുന്നു. ചുട്ടെടുത്ത മീൻ. പ്രതീക്ഷിച്ചല്ലേ? ഞാൻ ഒരു ഓക്കെ പ്രതീക്ഷിച്ചു. ഞാൻ ഒരു ഓക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ സംഭവം അമ്മ എങ്ങനെയുണ്ട്? അടിപൊളി. കൂടെ നല്ല രസമുണ്ട് കാര്യം. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.